സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 5 കൊല്ലം കൊണ്ട് 5 കൊല്ലത്തെ കർമ്മങ്ങളാൽ അർശ് പോലും വിറച്ചു എന്ന് പറഞ്ഞ ആ മഹാനായ സ്വഹാബിയുടെ പ്രശസ്തമായ ഒരു അസറുണ്ട്, വചനമുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, റഅയ്തു ഖൗമൻ ലൈസ ലഹും ഫദ്ലുൻ അലാ അൻആമിഹിം, മൃഗങ്ങളെക്കാൾ ഒരു മിച്ചവുമില്ലാത്ത, മൃഗങ്ങളെക്കാൾ ഒട്ടും ഉത്തമരല്ലാത്ത ചില മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാ യഹുമ്മുഹും ഇല്ലാ മാ യജഅലൂനഹു ഫീ ബുതൂനിഹിം വഅലാ ദുഹൂരിഹിം, എന്ത് തിന്നണം എന്ത് സമ്പാദിക്കണം എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്തവർ, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായ മനുഷ്യരെ ഈ മദീനയിലെ ബുദ്ധിജീവികളെ ഞാൻ കാണുന്നു എന്ന് ഈ ചെറുപ്പക്കാരൻ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ മഹാൻ ചിന്തിച്ചത് അകക്കണ്ണുകൊണ്ടാണ് കണ്ടത്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. കാരണം കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. എത്ര മനോഹരമായ അല്ലാഹുവിന്റെ വചനം! എത്ര കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്, എത്ര കണ്ണു കാണാത്ത നല്ലവരായ ബുദ്ധിജീവികളുണ്ട്. എന്നാൽ 2 കണ്ണുമുണ്ടായിട്ട് സത്യം കാണാത്ത എത്ര അന്ധരുണ്ട്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. അറിയണേ, ഇറ്റ്സ് നോട്ട് ദ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡഡ് ബട്ട് ദ ഹാർട്ട്സ്. ഹൃദയമാണ് കാഴ്ച നഷ്ടപ്പെടുന്നത്, കണ്ണുകൾക്കല്ല. കണ്ണുകൾക്കല്ല ഹൃദയം, കണ്ണുകൾക്കല്ല കാഴ്ച നഷ്ടപ്പെടുന്നത്. ബ്ലൈൻഡ് ആവുന്നത് കണ്ണുകളല്ല, പിന്നെയോ ഹൃദയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീർഘദർശനം ചെയ്തു ആധുനിക ലോകത്തിന്റെ യുവജനങ്ങളുടെ ഒരു ട്രെൻഡിനെ കുറിച്ച്. ആകെയുള്ള ചിന്ത ഭക്ഷണം കഴിക്കണം, ഭുജിക്കണം, ഭോഗിക്കണം. മനുഷ്യന്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്സ്, മനുഷ്യന്റെ വയറ് നിറക്കാനുള്ള ആഗ്രഹം, ഈ 2 ആഗ്രഹമല്ലാതെ മറ്റൊന്നും നിർവഹിക്കാതെ ജീവിക്കുന്ന ഒരു തരം മൃഗീയത ഇന്ന് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീഡിയകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും മനുഷ്യനെ ആ തരത്തിലുള്ള മൃഗീയതയിലേക്കല്ലേ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ നിരന്തരമായും വൈകാരികമായി ഉത്തേജിപ്പിക്കുകയും ഒരു വികാരജീവിയാക്കി മാറ്റുകയും ദാമ്പത്യ ജീവിതം പോലും കുടുംബ ജീവിതം പോലും ഒരു വൈകാരികതക്ക് മാത്രമുള്ള ഭാഗമായി മനുഷ്യൻ കാണുകയും അതിനപ്പുറം പാവനമായ അതിശ്രേഷ്ഠമായ അള്ളാഹു ആദരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ പുണ്യം മനസ്സിലാക്കാൻ കഴിയാതെ സ്വന്തം ഭാര്യയിൽ ഒരു കാമം മാത്രം കാണുന്ന ഒരു മനുഷ്യൻ. ചുറ്റുപാടുകളിൽ സ്ത്രീകൾ, അവർക്കെതിരെ നടക്കുന്ന അനീതികൾ, ആക്രമണങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, പിഞ്ചുമക്കളോട് പോലും കാണിക്കുന്ന ദയാ വായ്പില്ലാത്ത പെരുമാറ്റങ്ങൾ, മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ മുഴുവനും എന്തേ 2 അപ്പറ്റൈറ്റുകൾ, 2 വിശപ്പുകൾ. ഒന്ന് വയറിൻ്റേത്, മറ്റൊന്ന് മനുഷ്യന്റെ സെക്ഷൽ ഓർഗാൻസ്. ഇതിനു വേണ്ടി ജീവിക്കുന്ന ഒരു കാലം ഹബീബായി തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ തഖൂമുസ്സാഅ, ഈ പ്രപഞ്ചത്തെ അല്ലാഹു എടുത്തു നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്, ജനങ്ങളുടെ ആകെയുള്ള ചിന്ത എവിടെ നല്ല ഭക്ഷണം കിട്ടും, എവിടെ പോയി വയറ് നിറച്ച് തിന്നാൻ പറ്റും, ആ ഒരു തീറ്റയും, വൽ ഫർജു മനുഷ്യന്റെ ജനനേന്ദ്രിയവും. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതം ഭക്ഷണവും ഭോഗവുമായി ഭുജിക്കുക, ഭോഗിക്കുക, ഇതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്ത ഒരുതരം മനുഷ്യക്കോലങ്ങളുള്ള ലോകമാണ് അള്ളാഹു നശിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. പ്രപഞ്ചത്തിലാകമാനം മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം നിരന്തര ഭൂകമ്പങ്ങൾ പ്രപഞ്ചത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നടക്കുമ്പോൾ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ, അന്നെന്റെ ഭൂമി വിളിച്ചു പറയും അതിന്റെ മീതെ തിന്മ ചെയ്തിരുന്ന ആളുകളെ കുറിച്ച്. അല്ലാഹുവേ, ഇവിടെയാണ് ആ വ്യഭിചാരം നടന്നത്, ഇവിടെയാണ് അവർ കുപ്പി പൊട്ടിച്ചത്, ഇവിടെയാണ് അവർ മയക്കുമരുന്ന് ഉപയോഗിച്ച് കിടന്നത്, ഇവിടെയാണ് അവർ പാതിരാവുകൾ ചെലവഴിക്കാൻ വന്നത്,
വന്നത്, ഇവിടെയാണ് അവർ തോന്നിവാസങ്ങൾ ചെയ്തതെന്ന് ഭൂമി വിളിച്ചു പറയുന്നതാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദസീന വമുകല്ലമീൻ. എന്റെ ഉമ്മത്തിൽ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഇൽഹാമിനാൽ വിവരം ലഭിക്കുന്ന പ്രവാചകരല്ല, എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഡയറക്റ്റ് ജ്ഞാനം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. എന്റെ ഉമർ അവരിൽപ്പെട്ടവരാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാന്റെ വീക്ഷണങ്ങൾ എത്ര വലിയ അത്ഭുതമാണ്. ഫാറൂഖ് തങ്ങൾ പറയുമായിരുന്നു, ലൗലൽ ആഖിറ ലകാന ഗൈറ മാ തറൂൻ. ജനങ്ങളെ, പരലോകമെന്ന ഒരു ലോകമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കാണുന്ന ഉമറല്ലായിരുന്നു ഇത്. പരലോകമുള്ളത് കൊണ്ടാണ് ഉമറി പാവമായത്. ലൗലൽ ആഖിറ ലകാന ഗൈറ മാ തറൂൻ. ജനങ്ങളെ, നിങ്ങളെപ്പോലെ ആടിത്തിമിർത്ത് ജീവിക്കാൻ ഉമറിന്റെ ശരീരത്തിൽ ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, ലൗലൽ ആഖിറ, പരലോകമുണ്ടായതിന്റെ പേരിലാണ്. അങ്ങനെ പരലോകത്തേക്ക് എന്റെ രക്ഷിതാവിനെ കാണേണ്ട ഒരവസ്ഥയില്ലായിരുന്നുവെങ്കിൽ ലകാന ഗൈറ മാ തറൂൻ, നിങ്ങളെ കാണുന്ന ഉമറായിരിക്കില്ല അന്നുണ്ടാവുക എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ഒരു വചനം ഉദ്ധരിക്കുകയാണ്. ഇയ്യാകും വൽ ബിസുനത ഫിത്ത്വാമി വശറാബ്. നിങ്ങൾ വയറ് നിറച്ച് തിന്നുകയോ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. ഫഇന്നഹാ മഫ്സദത്തുൽ ലിൽ ജസദ്, അത് ശരീരത്തെ നശിപ്പിക്കലാണ്. ഡോക്ടർ കാസിം സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നോമ്പിനൊക്കെ ഒരുപാട് നോമ്പിന്റെ ആരോഗ്യ വശങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ കൂടിയാണ് ദുബൈയിലൊക്കെ. മനുഷ്യൻ വയറ് നിറച്ച് തിന്നാൽ ശരീരം നശിക്കും. ഡോക്ടറെ, അത് വളരെ ഏതാൾക്കും അറിയുന്ന, നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൊന്ന് കുറച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയേക്കും. സുബ്ഹാനല്ലാഹ്, വയറ് നിറച്ച് തിന്നല്ലേ. ഇയ്യാകും വൽ ബിതുനത ഫിത്ത്വാമി വശറാബ്. പാനം ചെയ്യുന്നിടത്തും അന്നം നമ്മൾ വായിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മുടെ ഭക്ഷണത്തിലും വെള്ളത്തിലും വയറ് നിറക്കല്ലേ. ഫഇന്നഹാ മഫ്സദത്തുൽ ലിൽ ജിസ്മി, അത് ശരീരത്തെ നശിപ്പിക്കും. മൂരിസത്തുൽ ലിസ്സഖമി, അത് രോഗമുണ്ടാക്കും. വമക്സലത്തുൻ അനിസ്വലാ, അത് നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ മടിയന്മാരാക്കും. രാത്രി നന്നായി വയറ് നിറച്ച് കിടന്നുറങ്ങുന്ന ഒരാൾക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. സ്വാഭാവികമാണ്. മനുഷ്യന്റെ ചിന്തകൾ വയറിനെ കുറിച്ചും ഭോഗത്തെക്കുറിച്ചും ഭുജിക്കുന്നതിനെ കുറിച്ചും ആയി പോകരുത്. നമ്മൾ ഇതിലും ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്കില്ലാതെ വന്നാൽ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അള്ളാഹു നമുക്ക് നൽകുന്ന ബുദ്ധി എന്ന് പറയുന്ന അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ നീതിയുടെ അടയാളമാണ് ബ്രെയിൻ എന്ന് അലിമീങ്ങൾ പറയും. എല്ലാവർക്കും ഒരേ അളവിലാണ് അള്ളാഹു ബുദ്ധി കൊടുത്തതത്രേ, അത് ഉപയോഗിക്കുന്നതിലാണ് വ്യത്യാസം. ഒരേ അളവിലാണ് അള്ളാഹു കൊടുത്തത്, പക്ഷേ നന്നായി ഉപയോഗിക്കുന്നവരെ കുറിച്ച് നമ്മൾ ബുദ്ധിമാനി എന്ന് പറയും. അള്ളാഹുവിന്റെ അൾട്ടിമേറ്റ് ജസ്റ്റിസ് മനുഷ്യന്റെ തലച്ചോറിൽ അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ആ തലച്ചോറ് കൊണ്ട് ഒരു കാലത്ത് ഈ ഉമ്മത്തിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ടോ? എന്തുകൊണ്ട് ദിശനാ വൈഭവമുള്ള ആളുകൾ ഇന്ന് ഈ ഉമ്മത്തിൽ നിന്ന് കടന്നു വരുന്നില്ല? വരുന്നെങ്കിൽ അത് നന്നേ ചുരുക്കം. അധികം ആളുകളും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.